പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജിയിലെ 3-ാമത്തെ അധ്യായം ആരംഭിച്ചു. നമ്മളതിലെ ആമുഖ ഭാഗം അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പാർട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചു. നിങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. നിങ്ങളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ആ കാര്യത്തെക്കുറിച്ചും ആ ക്ലാസ്സിനെക്കുറിച്ചും നല്ല അഭിപ്രായങ്ങൾ പേഴ്സണലായിട്ട് അയച്ചിരുന്നു. അവർക്കൊക്കെയും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ മനസ്സിലായി നല്ല കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുമ്പോൾ അത് ഞങ്ങൾക്കും കൂടെ വലിയൊരു സന്തോഷമാണ്. പരമാവധി ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു. മനസ്സിലാവാത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. അതായത് ഇതുവരെ നമ്മൾ പറഞ്ഞത് ആ പാഠത്തിൽ പഠിക്കേണ്ട ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആമുഖ ഭാഗങ്ങളും. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് ഇന്നല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പഠിക്കുന്നത് ഓരോ ഗ്രന്ഥികളും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഹോർമോണുകൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ നല്ല കുട്ടികളായിട്ട് അത് ശ്രദ്ധിക്കണം, പഠിക്കണം എന്നുള്ളതൊക്കെ തന്നെയാണ് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഏതായാലും സമയം കളയാതെ നമുക്ക് നേരിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളിലേക്ക് നീങ്ങാം. ആദ്യമായിട്ട് പഠിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ് എന്നുള്ളതാണ്. പാൻക്രിയാസ് എന്നുള്ള ഗ്രന്ഥിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പാൻക്രിയാസ് നമ്മൾ പല സ്ഥലത്ത് കേട്ടതാണ് ഈ ഗ്രന്ഥിയെ കുറിച്ച്. ഏതായാലും നമ്മൾ 9-ൽ പഠിച്ചൊരു കാര്യം ചെറുതായിട്ടൊന്ന് പറയുന്നു. കഴിക്കുന്ന ഭക്ഷണം ദഹനം പൂർത്തിയായി ആഗിരണം നടന്നാൽ അതിൽ നിന്ന് രക്തത്തിലേക്ക് ചേരുന്ന പ്രധാനപ്പെട്ടൊരു വസ്തുവാണ് ഗ്ലൂക്കോസ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ന്യൂട്രിയൻ്റാണ് ഗ്ലൂക്കോസ് എന്നുള്ളത്. അതിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ പറയുന്ന ഗ്ലൂക്കോസ് നമ്മളെ ശരീരത്തിൽ ഊർജം നിർമ്മിക്കണമെങ്കിൽ എനർജി സിന്തസൈസ് ചെയ്യാൻ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് എന്ന് മാത്രമല്ല, ഈ ഗ്ലൂക്കോസും ഓക്സിജനും കമ്പൈൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ഊർജം കിട്ടുകയുള്ളൂ എന്ന് നമുക്കറിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഊർജ നിർമ്മാണത്തിനാവശ്യമായ ഗ്ലൂക്കോസിൻ്റെ ശരീരത്തിലുള്ള അളവ് നിയന്ത്രിക്കുന്നതിൽ പാൻക്രിയാസ് ഗ്രന്ഥിക്കും ആ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾക്കും വളരെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിനൊരാമുഖമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പാൻക്രിയാസ് ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ പറയേണ്ടത് പാൻക്രിയാസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഉദരാശയത്തിലാണ്. ഉദരാശയത്തിൽ ആമാശയത്തോട് ചേർന്ന്, ഉദരാശയത്തിൽ ആമാശയത്തോട് ചേർന്ന്. ഇതിൽ ക്ലിയർ ആവാത്ത റൈറ്റിംഗ് ആണെങ്കിൽ, അതായത് ലെറ്റേഴ്സ് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി. ഉദരാശയത്തിൽ ആമാശയത്തോട് ചേർന്നുകൊണ്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി അബ്ഡോമിനൽ ക്യാവിറ്റി എന്നാണ് ഉദരാശയത്തിന് പറയുക. നോക്കണേ, അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റി അഡ്ജസെൻ്റ് ടു ദി സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൻ്റെ അടുത്ത് ഉദരാശയത്തിലാണ് കാണപ്പെടുന്നത്. അഡ്ജസെൻ്റ് ടു ദി സ്റ്റൊമക്ക് എന്നുള്ളൊരു വാക്കും കൂടെ നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പോൾ ഇനി ഒരാൾക്ക് അത്ര നീട്ടി പറയാൻ കിട്ടാത്തൊരു ഘട്ടം പരീക്ഷയ്ക്ക് വന്നു കുടുങ്ങിയെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? ഉദരാശയത്തിൽ എന്ന് മാത്രം പറഞ്ഞാലും മാർക്ക് റെഡിയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്ഥാനത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ഗ്രന്ഥി നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഇതിൻ്റെ ചിത്രം ഒരു മിനിറ്റ്. ഗ്രന്ഥിയുടെ ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഏകദേശം ഒരു വിരൽ പോലത്തെ ഒരു ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. പാൻക്രിയാസ് ചെറിയൊരു ഗ്രന്ഥിയാണ്, എന്നാലും അത് നിർവഹിക്കപ്പെടുന്ന ധർമ്മം വലുതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഗ്രന്ഥി, ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ ഒരു ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒരു സയൻറ്റിസ്റ്റ്, ഇതിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ കൂട്ടങ്ങൾ കാണപ്പെടുന്നുണ്ട്. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ കൂട്ടങ്ങൾ കാണപ്പെടുന്നൊരു ഭാഗമുണ്ട്. അതിന് അദ്ദേഹം വിളിച്ച പേരാണ്
ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് വിളിക്കുക. അതിനെ ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് പറയുക, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗത്താണ് പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ കാണപ്പെടുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ലാംഗർഹാൻസ് എന്ന് പേരുള്ളത് കണ്ടെത്തിയ ആൾ പറഞ്ഞു 2 തരം കോശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആൽഫ സെൽസ്, മലയാളത്തിൽ ആൽഫ കോശങ്ങൾ. മറ്റൊന്നാണ് ബീറ്റ സെൽസ്, അല്ലെങ്കിൽ എന്ത് പറയും മലയാളത്തിൽ ബീറ്റ കോശങ്ങൾ എന്ന് പറയും. അപ്പോൾ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളുമാണ് എവിടെ കാണപ്പെടുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്നത്. ഇത് രണ്ടും എന്താണ്? അവിടെയുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ്. ആൽഫ കോശങ്ങളിൽ നിന്ന് വരുന്ന ഹോർമോൺ ഏതാണ്? അതാണ് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോണാണ് ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനുമാണ്. അപ്പോൾ നോക്കുക, 2 ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കഗോൺ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതരാം. ഗ്ലൂക്കഗോൺ ഒന്ന്, രണ്ടാമത്തേതാണ് ഇൻസുലിൻ. ഈ 2 ഹോർമോണുകളാണ് എന്ത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ 2 കോശങ്ങൾ, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന 2 കോശങ്ങൾ, ആൽഫ കോശം ബീറ്റ കോശം, അത് രണ്ടും കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. ഈ 2 കോശങ്ങളെയും കാണപ്പെടുന്ന സ്ഥലത്തിന് എന്താ പറയുക? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് പറയുക. അത് കണ്ടെത്തിയ ആളാണ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയാം. ഇനി ഈ 2 ഹോർമോണുകളും കൂടെ നമ്മളെ ശരീരത്തിൽ ചെയ്യുന്ന പണി, അല്ലെങ്കിൽ ഈ 2 ഹോർമോണുകളുടെയും കൂടെ ധർമ്മം അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പറയേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഏതാണ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ കാണപ്പെടുന്ന സ്ഥലം? എന്താ പറഞ്ഞിരുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം കോശങ്ങളുണ്ടെന്ന് പറഞ്ഞു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി. അതേതൊക്കെയാണ്? ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. അതിൽ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? ഗ്ലൂക്കഗോൺ. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇനി ഇത് രണ്ടും കൂടെ നമ്മളെ ശരീരത്തിൽ ചെയ്യുന്ന പണിയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ്, ചുരുക്കി ഗ്ലൂക്കോസ് എന്ന് മാത്രമേ എഴുതുന്നു, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരണം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പണി. ക്രമീകരിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. ഒരു 2 പരിധി അല്ലെങ്കിൽ ഒരു ബൗണ്ടറീൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തുക എന്നുള്ളതിനാണ് നമ്മൾ ക്രമീകരിക്കുക എന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ ഒരു ബൗണ്ടറി പറഞ്ഞാൽ 4 ചുമരുകൾക്കുള്ളിൽ എന്ന് പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ക്ലാസ് റൂമാണ് എന്ന് പറയും പോലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുക പറഞ്ഞാൽ കുറയാണെങ്കിൽ എത്ര വരെ വരാം, കൂടുകയാണെങ്കിൽ എത്ര വരെ പോകാം, അങ്ങനത്തെ ഒരു പരിധി ഉണ്ടാകും. ആ പരിധിക്കാണ് നമ്മൾ നോർമൽ ലെവൽ അല്ലെങ്കിൽ നോർമൽ വാല്യൂ എന്ന് പറയുക. അതാണ് 70 to 110 മില്ലിഗ്രാം ബാർ 100 ml രക്തം. നോക്കണേ, 100 മില്ലി രക്തം എടുക്കുകയാണെങ്കിൽ അതിലെത്ര വരെ പറ്റും? കുറയാണെങ്കിൽ 70 വരെ പോരാം, കൂടുകയാണെങ്കിൽ എത്ര വരെ പോകാം? 110. ഇതാണ് ഒരാളുടെ രക്തത്തിലെ ആരോഗ്യപരമായ ഗ്ലൂക്കോസിൻ്റെ അളവ്. ഇതിനേക്കാൾ കുറയാനും പാടില്ല, ഇതിനേക്കാൾ കൂടാനും പാടില്ല. അപ്പോൾ 70 to 110 മില്ലിഗ്രാം ബാർ 100 മില്ലി രക്തം എവിടെ? ആരോഗ്യവാനായ ഒരാൾക്ക്. ഈ ഒരളവിൽ നിലനിർത്തലാണ് ആരുടെ പണി? ഇൻസുലിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും പണി. ഇനി 2 സമയത്തും ഓരോരുത്തരായിട്ട് വരും ഹോർമോണുകൾ. അതായത് ഈ അളവിനേക്കാൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ, നോക്കണേ, 110-നേക്കാൾ കൂടിയാൽ, നോക്കാം,
110 കൂടിയാൽ ആര് വരും? നേരെ ഇൻസുലിൻ വരും. അപ്പോൾ നേരെ എന്ത് ചെയ്യും? ഇൻസുലിൻ വന്നിട്ട് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കാൻ സഹായിക്കും. ആ കുറക്കുന്ന 2 രീതിയിലാണ്. അതിൽ ഒന്നാണ് സെല്ലുലാർ അപ്ടേക്ക് ഇൻക്രീസസ്. നോക്കാം, ഗ്ലൂക്കോസിൻ്റെ സെല്ലുലാർ അപ്ടേക്ക് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പണി. എന്താ സെല്ലുലാർ അപ്ടേക്ക് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ 9ൽ പഠിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ടാവും. ഒരു സെല്ല് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ സെല്ലിൻ്റെ ചുറ്റും എന്തുണ്ടാവും? ഈ പോഷക ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഗ്ലൂക്കോസ് വന്നിങ്ങനെ നിൽക്കും. എന്നിട്ട് ഒരു സമയത്ത് ഇതിൽ നിന്ന് ഒന്ന് മാത്രം കോശത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് അത് ആദ്യം പൈറുവിക് ആസിഡായിട്ട് മാറും. പിന്നെ അതിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ആ ഊർജ്ജം ചിലവായിട്ട് വീണ്ടും അടുത്ത ആൾ കയറും. ഒരു ഡോക്ടർ റൂമിലേക്ക് പരിശോധിക്കുക, ഒരു രോഗി കയറും. അതിൻ്റെ എല്ലാ പരിശോധനയും കഴിഞ്ഞ് മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ട് പിന്നെ അല്ലേ അടുത്ത ആൾ കയറുള്ളൂ. എന്ന പോലെ തന്നെ വടിയും പരിപാടി വളരെ സാവധാനത്തിലേ നടക്കുള്ളൂ. പക്ഷേ നോക്കുക, ഇത്തരം ഒരു സമയത്താണ് എന്തു വന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈ കോശത്തിൻ്റെ ചുറ്റും ഗ്ലൂക്കോസ് ഇങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അടുത്ത് ഞാൻ കയറും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇൻസുലിൻ ഇറങ്ങിയാൽ നേരെ എന്ത് ചെയ്യും? ആ കോശം ആ ഗ്ലൂക്കോസിനെ മൊത്തത്തിൽ കോശത്തിലേക്കാണ് ആഗിരണം ചെയ്യും. ഏതുപോലെ? നിങ്ങൾ അലക്കിയ ഡ്രസ്സ് ഒന്നായിട്ട് കൊണ്ടുവന്ന് നിങ്ങളെ വീട്ടിൽ തൽക്കാലം ഡൈനിങ് ടേബിളുമ്പോൾ കൂട്ടിയിട്ടു കുറച്ച് സമയം ഫ്രീ ആകുമ്പോൾ മടക്കി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ സമയത്താണ് നിങ്ങളെ വീട്ടിലേക്കൊരു VVIP ഗസ്റ്റ് വരികയാണ്. അപ്പോൾ ആ ഗസ്റ്റ് ടീമും വന്ന് നിങ്ങളെ ഗേറ്റിങ് വണ്ടി ഇറങ്ങി. ഇനി അവരെന്ത് ചെയ്യാണ്? നടന്നു വരാനുള്ള സമയമുള്ളൂ. അപ്പം നോക്കുമ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഫുള്ളായിട്ട് എന്താണ്? ഡ്രസ്സുകളാണ്. അവർ കണ്ട വളരെ മോശം. അപ്പോൾ നിങ്ങളിതെല്ലാം കൂടെ വാരി റൂമിലേക്ക് ഓടി. അലമാരയിലേക്ക് വെക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോഴേക്ക് അവരെത്തും. അപ്പോൾ നേരെ എന്ത് ചെയ്തു? നേരെ നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിലേക്ക് ഇതെല്ലാം കൂടെ നീക്കിയിട്ടു. അപ്പോഴും അവർ കാണുമോ എന്നുള്ള പേടി. അപ്പോൾ ബെഡിൻ്റെ അടിയിലേക്ക് മടക്കി വെച്ച ആ ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് തൂക്കിയിട്ടു. അപ്പോൾ മറവുമായി, ഷാറായി, ഭംഗിയായി. എന്നാൽ ഇതാണോ യഥാർത്ഥ രീതി? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ. എന്തിന് ചെയ്തു? തൽക്കാലം അവർ വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തു. അതുപോലെ അവിടെ ഗ്ലൂക്കോസിനെ ഒന്നായിട്ട് ഇങ്ങനെ കോശത്തിലേക്ക് ആഗിരണം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ എന്തിനു ചെയ്തു? നേരത്തെ ഗസ്റ്റ് വന്നപ്പോൾ ചെയ്തു, ഇവിടെ ഇൻസുലിൻ വന്നതുകൊണ്ട് ചെയ്തു. അപ്പോൾ ഗ്ലൂക്കോസിനെ ഒന്നായിട്ട് കോശത്തിലേക്ക് ആഗിരണം ചെയ്തു താൽക്കാലികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? കുറേ സെല്ലുകൾ ഇതുപോലെ ചെയ്താൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നല്ലോണം കുറയും. ഇതാണ് ഒരു രീതി. രണ്ടാമത്തൊരു രീതിയാണ് നോക്കുക, ഗ്ലൂക്കോസാണ് പ്രശ്നം. ഗ്ലൂക്കോസിനെ നേരെ എന്താക്കുക? ഗ്ലൈക്കോജൻ എന്ന് പറയുന്നൊരു രീതിയുണ്ട്, ഒരു രൂപമുണ്ട്. ആ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് മാറ്റുക. എന്നിട്ട് അതിനെ 2 സ്ഥലത്ത് സംഭരിക്കും. ഒന്ന് ലിവറിൽ സംഭരിക്കും, മറ്റൊന്നാണ് നമ്മളുടെ മസിൽസിൽ സംഭരിക്കും, നമ്മളെ പേശികളിൽ സംഭരിക്കും. അപ്പോൾ പേശികളിലും അതുപോലെ എവിടെയും നമ്മളുടെ കരളിലും ഇതിനെ സംഭരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ധർമ്മം. അപ്പോൾ ക്ലിയർ ആണോ? അപ്പോൾ 2 കാര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ കുറക്കുന്നു. ഒന്ന്, കോശത്തിലേക്കുള്ള സെല്ലുലാർ അപ്ടേക്ക്, കോശത്തിലേക്കുള്ള ആഗിരണം കൂട്ടുന്നു. 2, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി ലിവറിലും പേശികളിലും സംഭരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി തിരിച്ചൊരു സാഹചര്യം. ഇതിപ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴല്ലേ പറഞ്ഞത്? നേരെ തിരിച്ചോർത്ത് നോക്കൂ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോൾ മറ്റു രീതിയിലാണ് ഗ്ലൂക്കോസിനെ കൂട്ടിക്കൊടുക്കുക. അതിനുണ്ട് 2 പ്രവർത്തനങ്ങൾ. നോക്കണേ നല്ലോണം. ഇവിടെ 110 കൂടിയാലെന്നാണ് പറഞ്ഞത്. ഇനി അങ്ങനെ ആകുമ്പോൾ എത്രയേക്കാളായിരിക്കും? 70 കുറഞ്ഞാൽ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ വരുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോണാണ് വരിക. വന്നാൽ ചെയ്യുക എന്താണ്? ഒന്ന്, നേരെ നമ്മൾ നേരത്തെ മാറ്റിയ ഗ്ലൈക്കോജനില്ലേ, ഈ ഗ്ലൈക്കോജന്, ഇത് ഗ്ലൂക്കോസിൻ്റെ മറ്റൊരു രൂപമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെള്ളത്തിൽ അലിയൂല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സംഭരിക്കുമ്പോൾ ഇങ്ങനെ സംഭരിച്ചെങ്കിലേ ഗ്ലൂക്കോസ് നിൽക്കുള്ളൂ. അപ്പോൾ ഗ്ലൈക്കോജനാക്കി മാറ്റും. ആ ഗ്ലൈക്കോജനെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് എന്തെന്നെ ആക്കും? ഗ്ലൂക്കോസിനെ ആക്കി മാറ്റും. അപ്പോൾ സംഭരിച്ച ഗ്ലൈക്കോജനെ എന്താക്കിയിട്ട് മാറ്റുക? ഗ്ലൂക്കോസാക്കി മാറ്റുക. എന്നിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റെപ്പ്.
2, ചില സമയത്ത് ഇതുകൊണ്ട് മതിയാവാതെ വന്നാൽ എന്തു ചെയ്യും? അമിനോ ആസിഡിൽ നിന്ന് എന്തുണ്ടാക്കുക? ഗ്ലൂക്കോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുക. അപ്പോൾ നോക്കണേ, ആദ്യം പറഞ്ഞു ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. 2, അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം അമിനോ ആസിഡ്. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നോക്കുക, ആദ്യം ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. 2, അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെ ഈ 2 സ്റ്റെപ്പിൽ എന്താക്കുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ അതിനെ കൂട്ടി കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ അതിനെ എന്തും ചെയ്യുന്നു? കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പഠിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു രോഗമാണ്. നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അതാണ് നിങ്ങൾക്കൊക്കെ അറിയാം, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവുമായി ബന്ധപ്പെട്ട രോഗമാണ് ഏത്? പ്രമേഹ രോഗം, അല്ലെങ്കിൽ നമ്മളതിനെ പറയും ഡയബറ്റിസ്. ഇനി ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം, ഈ രോഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതിന് 2 കാരണങ്ങൾ, അല്ലെങ്കിൽ ആദ്യം എന്താണ് പ്രമേഹ രോഗം എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മൾ പഠിച്ചു 70-110 മില്ലിഗ്രാമാണ് നമ്മളെ രക്തത്തിലെ സാധാരണ രക്തത്തിന് ഗ്ലൂക്കോസിൻ്റെ അളവ്. ആരോഗ്യവാനായ ഒരാളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇത് ഒരാൾക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാതെ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ, രാവിലത്തെ ഭക്ഷണം കഴിക്കാതെ പോയി രക്തം പരിശോധിക്കുമ്പോൾ അയാളുടെ ബ്ലഡിൽ 126 മില്ലിഗ്രാം അല്ലെങ്കിൽ 126 മില്ലിഗ്രാമിനേക്കാൾ എന്തു വന്നാൽ, ഗ്ലൂക്കോസിൻ്റെ അളവ് വന്നാൽ, അതിനെയാണ് നമ്മൾ മെഡിക്കൽ ടേമിൽ അല്ലെങ്കിൽ ക്ലിനിക്കലി ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡയബറ്റീസ്, അല്ലെങ്കിൽ അതിനെയാണ് അപ്പോൾ നമ്മളെന്താ പറയുക, ഈ ഒരു മെഡിക്കൽ ടേമിൽ നമ്മളതിനെ പ്രമേഹം എന്ന് പറയാം. അപ്പോൾ 110 സാധാരണ അളവെങ്കിൽ 111 എന്ന് വിചാരിച്ചുകൊണ്ട് എന്താക്കൂല, പ്രമേഹമായിട്ട് പരിഗണിക്കൂല. പക്ഷെ പ്രമേഹം എന്നുള്ളൊരവസ്ഥയിലേക്ക് പരിഗണിക്കണമെങ്കിൽ 126 അല്ലെങ്കിൽ 126 കൂടുതലോ വരണം. എപ്പോൾ? രാവിലത്തെ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയിട്ട് രക്തം പരിശോധിക്കുമ്പോൾ. ക്ലിയർ ആണല്ലോ? അതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയാം. ഇനി പ്രമേഹ രോഗത്തിന് പ്രധാനമായും അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? ഡയബറ്റിസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഓഫ് എ പേഴ്സൺ become 126 or more when it is tested without breakfast. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ ഒരാളുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ when it become 126 or more it is termed as ഡയബറ്റിസ്. ഒരാൾ പ്രഭാത ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ അയാളുടെ രക്തപരിശോധന നടത്തുമ്പോൾ അയാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 അതിനേക്കാൾ കൂടുതലോ വരികയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് പ്രമേഹം. ഓക്കെ, പ്രമേഹത്തിന് 2 കാരണങ്ങളാണ്. ഒന്ന് നോക്കുക, ബീറ്റാ കോശം നശിക്കുക, അതിൻ്റെ ഒപ്പം എന്തും കൂടെ സംഭവിക്കുക. ബീറ്റാ കോശത്തിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ കോശങ്ങൾ നശിച്ചാൽ ഇൻസുലിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഈ അവസ്ഥ എന്താണ്? പ്രമേഹത്തിന് കാരണമാണ്. ബീറ്റാ കോശങ്ങൾ നശിച്ച് ഇൻസുലിൻ്റെ അളവ് കുറയുക. അത് കുറയുന്നതിൻ്റെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ബീറ്റാ കോശങ്ങൾ നശിച്ചുകൊണ്ട് ഇൻസുലിൻ്റെ അളവ് കുറയുക എന്നുള്ളതാണ് എന്ത്? ഒരു കാരണം. രണ്ടാമത്തൊരു കാരണമാണ് ഇൻസുലിന് കോശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ഇൻസുലിനെ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കാതിരിക്കുക. ഇതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട എന്താ പറയുക കാരണം. ഇൻസുലിൻ ഉണ്ടായി, പക്ഷേ കോശങ്ങളൊന്നും ഈ ഇൻസുലിനെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വന്നാലോ അതും എന്ത് ചെയ്യും? പ്രമേഹത്തിന് കാരണമായിട്ട് മാറും. അപ്പോൾ ഒന്ന്, ബീറ്റാ കോശങ്ങൾ നശിക്കുക, ഇൻസുലിൻ്റെ അളവ് കുറയുക. ഇൻസുലിനാണ് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുക. ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി വരുന്നതല്ലേ പ്രമേഹം. അപ്പോൾ ആ കൂടാൻ കാരണം എന്താണ്? ഗ്ലൂക്കോസിനെ കുറക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുക.
അതിന് കാരണം ബീറ്റാ കോശങ്ങൾ നശിക്കുക. 2 ഇൻസുലിനൊക്കെ ഉണ്ട്, പക്ഷേ ഇൻസുലിനെ കോശങ്ങൾ ആരും സ്വീകരിക്കുന്നില്ല. ദ സെൽസ് ബിക്കം അണേബിൾ ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ. ഇൻസുലിനെ യൂട്ടിലൈസ് ചെയ്യാൻ സെൽസ് അണേബിൾ ആവുക, അതിന് കഴിയാതിരിക്കുക, പറ്റാതിരിക്കുക. അങ്ങനെ ആകുമ്പോഴും എന്ത് ചെയ്യും, ഇത് പ്രമേഹമായിട്ട് മാറും. ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. 1 ബീറ്റാ കോശങ്ങൾ നശിക്കുക, ഇൻസുലിൻ്റെ അളവ് കുറയുക. 2 ഇൻസുലിനെ കോശങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സെൽസ് ബിക്കം അണേബിൾ ടു യൂട്ടിലൈസ് ദി ഇൻസുലിൻ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് വരുന്നു, പ്രമേഹം വരുന്നു. ഇനി പ്രമേഹം വന്നാൽ എന്താ ഉണ്ടാവുക, ലക്ഷണങ്ങൾ? നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രമേഹ രോഗികൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഈ പ്രമേഹ രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവരെ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് അമിതമായ ദാഹം ഉണ്ടാകും. പ്രമേഹ രോഗികൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഇതാണ് അമിതമായ ദാഹം. ദാഹത്തിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക, തേഴ്സ്റ്റ്. മറ്റൊന്ന് അമിതമായ വിശപ്പുണ്ടാകും, എന്താ പറയുക, ഹങ്കർ. അപ്പോൾ ഹങ്കർ, ഒന്ന് വിശപ്പ്, അമിതമായ വിശപ്പ് അല്ലെങ്കിൽ ഹങ്കർ. മറ്റൊന്ന് അമിതമായ ദാഹം അല്ലെങ്കിൽ എക്സ്ട്രീം തേഴ്സ്റ്റ്. ഇനി വേറൊന്നാണ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. ഇടയ്ക്കിടെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ പ്രമേഹ രോഗികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവർ രാത്രി 2, 3, 4 പ്രാവശ്യം മൂത്രമൊഴിക്കാൻ എണീക്കും. അവർക്കിങ്ങനെ മൂത്രമൊഴിക്കാനുണ്ടെന്നുള്ള തോന്നലുണ്ടാവും. അതും ഇതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഈ രോഗം വന്നാൽ പ്രത്യേകിച്ച് എന്തില്ല, ഇതിനായിട്ടൊരു ചികിത്സയൊന്നുമില്ല. പിന്നെ ഭക്ഷണത്തിൻ്റെ അളവൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഒരു പ്രത്യേകമായ ലെവലിൽ നിൽക്കും. ചില ആളുകൾ നിങ്ങൾക്ക് കാണാം, പ്രമേഹം ഉണ്ടെങ്കിൽ മധുരമില്ലാത്ത ചായ നിർബന്ധമായിരിക്കും. കടി ചിലപ്പോൾ അവർ ലഡു ജിലേബിയൊക്കെ കഴിക്കും. ഇനി ചില ആളുകൾ മധുരമില്ലാത്ത ചായ കുടിക്കും, നന്നായിട്ട് ചോറ്, കഞ്ഞി, ചപ്പാത്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലോണം കഴിക്കും. ഇതൊക്കെ ഇതിനെതിരാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോഴേ ചെയ്യാൻ പറ്റുന്ന ഇതിനെതിരെയുള്ള, ഇന്ന് നമ്മളെ സമൂഹം പ്രമേഹമില്ലാത്തവർ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ഇപ്പോഴേ ചെയ്താൽ അരിഭക്ഷണം, ഗോതമ്പിൻ്റെ ഭക്ഷണം ഇത് കുറക്കുക. മധുരം ഇപ്പോഴേ കുറച്ച് ശീലിച്ചാൽ പറ്റും. മധുരം കഴിച്ചോളൂ, പക്ഷെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഈ 3 കാര്യങ്ങൾ, അരിഭക്ഷണം കുറക്കുക. അരിഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് മാത്രമല്ല, അരി കൊണ്ടുണ്ടാക്കുന്ന, അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കുറക്കുക. പകരം പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ മാംസം, മത്സ്യം, അതുപോലെ മുട്ട, ചിക്കൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടോളം കഴിച്ചോളൂ. അരിഭക്ഷണങ്ങൾ നന്നായിട്ട് കുറക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് വരാതെ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിലും വില്ലൻ ഇയാളാണ്. അപ്പോൾ ഇയാളെ കാര്യം എന്ന് വെച്ചാൽ അരിഭക്ഷണം, അതുപോലെ കിഴങ്ങുവർഗ്ഗങ്ങൾ, പിന്നെ അതുപോലെ മധുരമുള്ള പദാർത്ഥങ്ങൾ, ഇതിൻ്റെ അളവ് നന്നായിട്ട് കുറക്കുക. മറ്റുള്ള ഭക്ഷണങ്ങൾ നല്ലോണം കഴിക്കുക. നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ അതല്ല വിഷയം. ഇപ്പോൾ ഇന്ന് പഠിച്ചതിൽ നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾ കേട്ടു എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഒരു കാര്യം പറയുന്നു, ഇനി പറയുന്ന കാര്യം എനിക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുക. എന്നിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കുക. ആദ്യം പാൻക്രിയാസ് ഗ്രന്ഥി എന്നെഴുതി, എന്നിട്ട് അതിൻ്റെ സ്ഥാനം ഉദരാശയത്തിൽ ആമാശയത്തോട് ചേർന്ന് അബ്ഡമിനൽ കാവിറ്റി അഡ്ജസെൻറ്റ് ടു ദി സ്റ്റൊമക്ക് എന്ന് പറയാം. എന്നിട്ട് അവിടെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ കാണുന്നൊരു കൂട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അവിടെ 2 തരം കോശങ്ങളുണ്ട്, ആൽഫാ സെല്ല്, ബീറ്റാ സെല്ല്. ആൽഫാ സെല്ലെന്ന് ഗ്ലൂക്കഗോൺ, ബീറ്റാ സെല്ലെന്ന് ഇൻസുലിൻ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ, പൊതുവായിട്ട് നമ്മളെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കുക. എത്രയിലാണ് ക്രമീകരിക്കുക? 70-110 മില്ലിഗ്രാമിൽ ക്രമീകരിക്കുക. ഇനി അത് ക്രമീകരിക്കുമ്പോൾ 110നേക്കാൾ കൂടിയാൽ ആര് വരുന്നു? ഇൻസുലിൻ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവ് ഒന്ന് സെല്ലിലേക്ക് ആഗിരണം ചെയ്യിക്കുന്നു, മറ്റൊന്ന് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഇനി കുറയാണെങ്കിൽ ഗ്ലൂക്കഗോൺ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? മാറ്റിയ ഗ്ലൈക്കോജന് ഗ്ലൂക്കോസാക്കി തന്നെ കൊണ്ടുവരുന്നു, പ്ലസ് അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത അവസ്ഥയിൽ 126 അതിനേക്കാൾ കൂടുതലോ വരുന്നതാണ് പ്രമേഹം. എന്നിട്ട് ആ പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ, ബീറ്റാ കോശങ്ങൾ നശിച്ചുകൊണ്ട് ഇൻസുലിൻ്റെ അളവ് കുറയുക, മറ്റൊന്ന് ഇൻസുലിനെ സ്വീകരിക്കാൻ കോശങ്ങൾക്ക് പറ്റാതിരിക്കുക. ഇതാണ് 2 കാരണങ്ങൾ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ: അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എഴുതിയ പോയിന്റിൽ നിന്നല്ലാതെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് വരില്ല.
അത്രയും ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോയിൻ്റ് മാത്രം എഴുതി വെക്കുകയാണെങ്കിൽ എത്ര കുറച്ചേ നിങ്ങൾക്ക് എഴുതാനുണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്താൽ നിങ്ങൾ ഓർക്കുക, ഇത് നിങ്ങൾ ഇത് എഴുതിനോടുകൂടി നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു, ഉറപ്പാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഗ്രന്ഥി പറയുമ്പോൾ പിന്നെ അതല്ലേ ഉള്ളൂ, ഇങ്ങനെ ഞാൻ ഓരോ ഗ്രന്ഥിയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ ചെയ്താൽ 10 അല്ലെങ്കിൽ 8 മാർക്കിന് ചോദ്യം വരുന്ന ഈ ചാപ്റ്റർ എത്ര സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നല്ല കുട്ടികളായി ഓൺലൈൻ തന്നെ ആയിരിക്കും സാഹചര്യങ്ങൾ ഇപ്രാവശ്യവും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ആയിക്കോട്ടെ, നമ്മൾ ഓഫ്ലൈനേക്കാൾ നന്നായിട്ട് ഓൺലൈനിലൂടെ പഠിക്കാം. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയാണ്. എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഒരു കാര്യം, ചോദിക്കുമ്പോൾ ഇന്ന സെൻറ്ററിലെ കുട്ടിയാണ്, ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിലേ റിപ്ലൈ കിട്ടുള്ളൂ, അല്ലാത്തതിന് മറുപടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ച് ഉഷാറാക്കണം, നല്ല മാർക്ക് വാങ്ങി ജയിക്കണം. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഇതേ ഉള്ളൂ, വേറൊരു 10ാം ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് വീണ്ടും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, ഓൺലൈൻ സാഹചര്യമാണെങ്കിൽ ഓൺലൈൻ ഫെസിലിറ്റീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിച്ചുയരണം. അത് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.